ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ ഈ വേനൽ ചൂടിൽ ശരീരം തണുപ്പിക്കാൻ സഹായിക്കുന്ന നല്ലൊരു സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഹെൽത്തി ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ ഒരു സ്മൂത്തി ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ റോസ്റ്റഡ് റാഗി പൗഡറാണ് ആദ്യം എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ റോസ്റ്റഡ് റാഗി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് ഒട്ടും കട്ടകളില്ലാതെ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി റോസ്റ്റഡ് റാഗി പൗഡറിന് പകരം നിങ്ങളുടെ കയ്യിൽ മുഴുവൻ റാഗിയാണ് ഉള്ളതെങ്കിൽ അത് കുറച്ച് സമയം ഒന്ന് കുതിർത്തിട്ട് മിക്സിയിൽ അരച്ച് അതിൻ്റെ പാലെടുത്തിട്ടും നിങ്ങൾക്ക് ഇതുപോലെ കുറുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇവിടെ റാഗി പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സോസ് പാനിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് നമ്മളിപ്പോൾ കലക്കി വെച്ചിട്ടുള്ള ആ റാഗിയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റാഗി മിക്സ് കൂടെ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കിയ ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്ക് ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാൻ. ഈ റാഗി കുറുക്ക് പെട്ടെന്ന് തന്നെ കട്ടിയായിട്ട് വരും. അതുകൊണ്ട് നമ്മൾ കഴുകി വിടാതെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അതുപോലെ ഫ്ലെയിമും വളരെ കുറച്ച് മാത്രം വെച്ച് ഇതുപോലെ ഇളക്കി വേണം നമ്മളത് കുറുക്കിയെടുക്കാൻ. ഇളക്കിയിട്ടില്ലെങ്കിൽ അടിവശത്ത് പെട്ടെന്ന് റാഗി കട്ടയാവുകയും അത് അടി പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇതുപോലെ അങ്ങോട്ട് കുറുക്കിയെടുക്കാം. ഒരു 2-3 മിനിറ്റിനകം തന്നെ റാഗി പെട്ടെന്ന് കുറുകി വരും. കുറുകി വന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് കൂടെ നമുക്ക് അതൊന്ന് റാഗി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കാം. ഇനി അത് തണുത്ത ശേഷം നമുക്ക് അതിൻ്റെ പകുതി മാത്രമാണ് ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. മധുരത്തിനായിട്ട് ഒരു 5 ഈത്തപ്പഴം കുരു കളഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 4-5 കഷ്ണം ബീറ്റ്റൂട്ട് വേവിച്ച ശേഷമാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 ബദാം കുതിർത്ത് തൊലി കളഞ്ഞതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇട്ട് കൊടുത്തതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള റാഗിയുടെ കുറുക്കും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ഇത് കുറച്ച് റാഗി വെച്ചിട്ട് അരച്ചതുകൊണ്ട് എല്ലാം നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള റാഗി കുറുക്കും ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു നുള്ളു ഉപ്പ്, എല്ലാ ടേസ്റ്റും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൂടെ ഇട്ട് കൊടുക്കണേ. ഒരു നുള്ളു മാത്രം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി മധുരം വേണ്ടവർക്ക് ഈ സമയത്ത് പഞ്ചസാരയോ ശർക്കര പൊടിയോ തേനോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലേക്ക് ഇതുപോലെ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ സ്മൂത്തി തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ വെള്ളത്തിലാണല്ലോ റാഗി പൗഡർ കലക്കിയെടുത്തത്. ഇതിന് പകരം നിങ്ങൾക്ക് പാലിൽ വേണമെങ്കിലും റാഗി പൗഡർ കലക്കി കുറുക്കാക്കിയിട്ട് എടുക്കാം. ഇനി ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മളെ കപ്പലണ്ടി ഉണ്ടല്ലോ, നിലക്കടല, അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്. തരിതരിപ്പായിട്ട് പൊടിച്ചതാണ് അതിൻ്റെ മുകളിലാക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ് ഇത്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ രാത്രിയും ഒക്കെ നമുക്കിത് കഴിച്ചാൽ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ലൊരു സ്മൂത്തിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. സെർവ് ചെയ്യുമ്പോൾ ഞാൻ അതിന് മുകളിൽ വീണ്ടും കുറച്ചുകൂടെ കപ്പലണ്ടിയുടെ ആ പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ നട്ട്സ് എന്തൊക്കെയാണോ നിങ്ങളുടെ അടുത്തുള്ളത് അതെല്ലാം ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ ഇട്ട് കൊടുത്താൽ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.